കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ തിങ്കളാഴ്ച പുതിയൊരു അതിഥിയെത്തി. സാങ്കേതിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്ഫെഡ് ആണ് ശാസ്ത്ര കേന്ദ്രത്തിൽ ക്വാഡ് ഇനത്തിൽപ്പെട്ട യന്ത്രനെ കൊണ്ടുവന്നത്. റോബോട്ടിനൊപ്പം ഇവിടെ പ്രദർശിപ്പിച്ച ഹെലികോപ്റ്ററും ശാസ്ത്ര തൽപരർക്ക് കൗതുകമായി. പാട്ടും നൃത്തവും തൊഴിലെടുക്കലുമെല്ലാം ഇപ്പോൾ മനുഷ്യന്റെ മാത്രം കുത്തകയല്ല. അവ യന്ത്രങ്ങൾക്ക് പതുക്കെ വഴിമാറി തുടങ്ങിയിട്ട് കാലങ്ങളായി. മനുഷ്യനെ പോലെ തലച്ചോറ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന യന്ത്രമനുഷ്യനെ തേടിയുള്ള അന്വേഷണങ്ങളാവട്ടെ ഇനിയും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. റോബോട്ടിക് മേഖലയിലെ പരീക്ഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ സാങ്കേതിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്ഫെഡ് പുതിയൊരു യന്ത്രമനുഷ്യനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പാട്ടുപാടുകയും നൃത്തം വയ്ക്കുകയും ആളുകളോട് സല്ലപിക്കുകയും ചെയ്യുന്ന യന്ത്രൻ. 6 ലക്ഷത്തോളം രൂപ ചെലവിൽ വിദ്യാർത്ഥികൾ രൂപപ്പെടുത്തിയ യന്ത്രമനുഷ്യൻ കാഴ്ചക്കാർക്ക് നന്നെ ബോധിച്ചു. ക്വാഡ് ഇനത്തിൽപ്പെട്ട ഈ റോബോട്ടിനോടൊപ്പം ഒരു പ്രദർശനം കൂടി ടെക്ഫെഡിന്റെ വകയുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഹെലികോപ്റ്ററായിരുന്നു ഇത്. മേഖലാ ശാസ്ത്ര കേന്ദ്രം മുറ്റത്തുനിന്ന് സ്വിച്ച് അമർത്തിയപ്പോൾ ഹെലികോപ്റ്റർ പ്ലാനറ്റേറിയത്തിന്റെ ആകാശം ചുറ്റിപ്പറന്നു. ടെക്ഫെഡ് റോബോട്ടിക് സ്കൂളും മേഖലാ ശാസ്ത്ര കേന്ദ്രവും ചേർന്ന് നടത്തിയ റോബോട്ട് നിർമ്മാണം സംബന്ധിച്ച് 2 ദിവസത്തെ ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശില്പശാലയുടെ ഉദ്ഘാടനം കോഴിക്കോട് NIET ഡയറക്ടർ ഡോക്ടർ MP പിള്ള നിർവഹിച്ചു. In 1960, this was 1950s. The 1960s, the Japan started making miniaturized technology of planetarium, and they implemented in all their elementary schools. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം PG മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ശാസ്ത്രകേന്ദ്രം കോർഡിനേറ്റർ VS രാമചന്ദ്രൻ, MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം PK ഫിറോസ്, ജയന്ത് ഗാംഗുലി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.